കോഴിക്കോട് താമരശ്ശേരിയിൽ വിഷക്കൂൺ പാചകം ചെയ്ത് കഴിച്ച 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 12ഉം 17ഉം വയസ്സുള്ള കുട്ടികളടക്കമുള്ളവരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഇവർക്ക് എങ്ങനെയാണ് ഈ വിഷക്കൂൺ ലഭിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു ആപത്തുണ്ടായത്? എവിടെയാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്? ഏത് ആശുപത്രിയിലാണ്? ജലശ്മി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പൂനൂർ താമരശ്ശേരി പൂനൂർ പത്തായക്കുന്നുമൽ അബൂബക്കറിന്റെ വീട്ടിലെ കുടുംബം അംഗങ്ങളുണ്ട്. തൊട്ടയൽപ്പക്കത്തുള്ള വീട്ടിൽ 2 വീട്ടിലെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവർക്ക് ഛർദിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിൽ, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വീട്ടിനടുത്തുള്ള പറമ്പിന് ഉള്ള കൂൺ ഇന്നലെ വൈകിട്ടോടുകൂടി അവിടെ നിന്നും ശേഖരിച്ചിരുന്നു. അത് പാചകം ചെയ്ത് കഴിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. സാധാരണ അവർ കൂൺ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ പതിവായി എടുക്കുന്ന കൂണായിരുന്നില്ല ഇന്നലെ അവർക്ക് കിട്ടിയിരുന്നെന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്. അത് കഴിച്ചതിനെ തുടർന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരുടെയും ആരോഗ്യസ്ഥിതി അങ്ങനെ ഗുരുതരമായ സാഹചര്യമല്ല. മെഡിക്കൽ കോളേജിലുണ്ട്. അധികം വൈകാതെ തന്നെ അവരെ 12ഉം 17ഉം വയസ്സുള്ള കുട്ടികളും ഉണ്ടല്ലോ ആശുപത്രിയിൽ. അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? കുട്ടികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഛർദി ഉണ്ടായിരുന്നു, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ്. ആരോഗ്യ ഗുരുതരമായ സാഹചര്യങ്ങളില്ല. വൈകാതെ തന്നെ ആശുപത്രി വിടുമെന്നാണ് കുടുംബങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്.